നമസ്കാരം, കലാഭവതി ഓൺലൈനിലേക്ക് സ്വാഗതം. അമ്പലങ്ങൾ വിഴുങ്ങുന്ന മാഫിയകൾ കേരളത്തിലെ പുതിയ ഒരു ചർച്ചാ വിഷയമാണ്, വിവാദ വിഷയമാണ്. ശബരിമല മാത്രമല്ല, കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളെല്ലാം വലിയ വരുമാനമുണ്ടാകുന്ന, കേരളത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ഭക്തജനങ്ങൾ ധാരാളമായി എത്തുന്ന കേരളത്തിലെ വലിയ ക്ഷേത്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഒരു മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണെന്നുള്ള സൂചനയാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം വെളിവാക്കുന്നത്. ശബരിമല മാത്രമല്ല, ഗുരുവായൂർ, തൃപ്പൂണിത്തുറ, ചോറ്റാനിക്കര തുടങ്ങിയ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളെല്ലാം ഇത്തരത്തിൽ മാഫിയയുടെ പിടിയിലാണെന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആരോപണം ഉയരുന്നത്. ക്ഷേത്രത്തിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാര്യനിർവഹണങ്ങൾ മുഴുവൻ അതാത് ബോർഡുകൾക്കാണ്. തന്ത്രിമാർ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുമ്പോൾ ഭരണനിർവഹണത്തിൽ അവസാന വാക്ക് ദേവസ്വം ബോർഡുകളുടേതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും അതാതിടങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണനിർവഹണ കാര്യങ്ങളിൽ അവസാന വാക്ക് പറയുമ്പോൾ തന്ത്രിമാർ, ഈ ക്ഷേത്രങ്ങളുടെ തന്ത്രിമാർ എല്ലാവരും അവർ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന തീരുമാനമെടുക്കുന്നു. അങ്ങനെ തന്ത്രിയും ദേവസ്വം ബോർഡുകളും അല്ലെങ്കിൽ തന്ത്രിമാരും ദേവസ്വം ബോർഡുകളും ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ബോർഡുകൾക്കും കീഴിൽ ഉള്ളത്. എന്നാൽ കേരളത്തിൽ വരുമാനമുണ്ടാക്കുന്ന പ്രമുഖ ക്ഷേത്രങ്ങൾ, ശബരിമലയായാലും ഗുരുവായൂരായാലും ചോറ്റാനിക്കരയായാലും വടക്കുംനാഥനായാലും, ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു പ്രത്യേക മാഫിയയുടെ കയ്യിൽ ഇപ്പോൾ അമർന്നിരിക്കുകയാണെന്നാണ് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. പലപ്പോഴും ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളും തന്ത്രിയും അല്ലാതെ മറ്റു ചില അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടും. ഈ ശബരിമലയിൽ നമ്മളിപ്പോൾ കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആളുകൾ, അവരാണ് പുറമേ നിന്നുള്ള വലിയ വ്യവസായികളെയും സമ്പന്നരെയും ഈ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവരികയും ഈ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ ദേവീ ദേവന്മാർക്ക് മുന്നിൽ പൂജകൾ അർപ്പിക്കാനുള്ള സൗകര്യമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് ഇത്തരം ചില ഉപജാപക സംഘങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില മാഫിയ സംഘങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നുമൊക്കെ വലിയ സമ്പന്നരായ ആൾക്കാർ ഈ ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല, അവരുടെ വീടുകളിൽ ഇവിടുത്തെ പ്രസാദം എത്തിക്കാനും അല്ലെങ്കിൽ മറ്റു പല ആചാരപരമായ കാര്യങ്ങൾ എത്തിക്കാനും അവിടെ പോയി പൂജ നടത്താനും എല്ലാം ഒരു മാഫിയ തന്നെ ഈ ബോർഡിന്റെയും തന്ത്രിയുടെയും നിയന്ത്രണത്തിൽ അല്ലാതെയുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ബോർഡുകളിലും മറ്റു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. മാത്രമല്ല, പല കാര്യങ്ങളിലും പുറത്തു നിന്നുള്ള ഇടപെടൽ ബോർഡിൽ ഉണ്ട് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കോടികളുടെ ഇടപാടുകളാണ് ഇത്തരം മാഫിയ സംഘങ്ങൾ നടത്തുന്നതെന്നാണ് ആരോപണം. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് ശബരിമലയുമായി പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം കുറച്ചുനാൾ അവിടെ കീഴ്ശാന്തിയായി ജോലി ചെയ്യുന്നതാണ് പറയുന്നത്. ആ പേരിൽ അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തും ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും നിരവധി സമ്പന്നരെ ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയും ശബരിമലയിലെ ചില വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി അവരുടെയൊക്കെ വീടുകളിൽ വെച്ച് പൂജ നടത്തി വലിയ തോതിൽ പൈസ അടിച്ചു മാറ്റുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. ചലച്ചിത്ര നടൻ ജയറാം അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ബോംബെയിലും ബാംഗ്ലൂരിലുമുള്ള വലിയ വ്യവസായികൾ ഗുരുവായൂരിലെയും ശബരിമലയിലെയും വസ്തുക്കൾ അവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് പോയി പൂജ നടത്താൻ കോടികളാണ് ചിലവഴിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വസ്തുക്കൾ, ഈ പൂജാ വസ്തുക്കൾ അല്ലെങ്കിൽ പൂജനീയമായ ശബരിമലയിലും ഗുരുവായൂരിലും ഇരിക്കുന്ന ദേവരുമായി ബന്ധപ്പെട്ട ആചാരപരമായ വസ്തുക്കൾ എങ്ങനെ പുറത്തേക്ക് പോകും? അത് പുറത്തേക്ക് പോകണമെങ്കിൽ ബോർഡിലെ ആരുടെയെങ്കിലും അനുമതി വേണം, ദേവസ്വം കമ്മീഷണർ അനുമതി വേണം. അപ്പോൾ ബോർഡിനെയും ദേവസ്വം കമ്മീഷണറെയും തന്ത്രിയെയും എല്ലാം തങ്ങളുടെ കൈക്കുമ്പിളിലാക്കിക്കൊണ്ട്, തങ്ങളുടെ കക്ഷത്തിലാക്കിക്കൊണ്ട് ഈ മാഫിയയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്നും അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഇവരുടെ കയ്യിലേക്ക് ഒഴുകിയെത്തുന്നതെന്നും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇതിന്റെ വിഹിതം ലഭിക്കുന്നുണ്ടെന്നുമാണ് ഇതിന്റെ ഏറ്റവും വലിയ ആരോപണം. ദേവസ്വം വിജിലൻസും ഇനി ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ കുറിച്ച് അന്വേഷണം നടത്തുവാണ്. അപ്പോൾ ഏതായാലും ഇത് പറഞ്ഞു കേൾക്കുന്നത് തന്നെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ വരുന്നതെല്ലാം പലർക്കായി ഇങ്ങനെ പങ്കുവെച്ചു പോവുകയാണ്. ഇതിന് സഹായം നൽകുന്ന ബോർഡുമായി ബന്ധപ്പെട്ട ശബരിമല അല്ലെങ്കിൽ ഈ അമ്പലങ്ങളിലെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് പറയുന്നവരുമെല്ലാം അവർക്കെല്ലാം ഇതിന്റെ ഒരു വിഹിതം കൃത്യമായി അവിടെ എത്തുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു മാഫിയ, പുറത്തുനിന്നുള്ള മാഫിയയാണ് ഈ ക്ഷേത്രങ്ങളെ നിയന്ത്രിക്കുന്നത്, ക്ഷേത്ര ആചാരങ്ങളിൽ ഇടപെടുന്നത്, ക്ഷേത്രത്തിന്റെ ഭരണക്രമങ്ങളിൽ ഇടപെടുന്നത്. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ മാഫിയയാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട വിശ്വാസികളെ ഊറ്റിപ്പൊഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ശക്തമായി ആരോപണം ഉയർന്നിരിക്കുന്നത്. കേരളത്തിന് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള വൻകിട വ്യവസായികളെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവിടെ പൂജകൾ നടത്തി അവരുടെ ഇന്ന് വലിയ തുക ഈടാക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നത് ഈ മാഫിയയാണെന്നാണ് അതിന്റെ
കൃത്യമായ വിഹിതം എല്ലാ തലത്തിലുമുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ബോർഡംഗങ്ങളും എല്ലാവർക്കും കൃത്യമായ വിഹിതം ഇവർ എത്തിക്കേണ്ടതും അത്തരത്തിലുള്ള മാഫിയ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.